ക്രിസ്മസ് വെക്കേഷനൊക്കെ എങ്ങനെ അടിച്ചു പൊളിച്ച് തീർക്കും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടി കേട്ടോ. ഷിറിംഗം ട്രെയിൻ എല്ലാ വർഷവും വിൻ്റർ ആയി കഴിഞ്ഞാൽ ഇവിടെ ദാണ്ട് ഇങ്ങനെ ലൈറ്റിംഗ് വെച്ച ട്രെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളൊന്നും വിചാരിച്ചില്ല, ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ദാണ്ട് നേരെ ഇങ്ങോട്ട് പോകുന്നു. ടിക്കറ്റൊക്കെ നേരത്തെ ബുക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ ടിക്കറ്റ് കിട്ടാൻ നല്ല പാടാട്ടോ. പിന്നെ ഈ വർഷം ഇവരുടെ 50ാമത്തെ ആനിവേഴ്സറി ആയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഈ 15 നമ്പർ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തന്നെ ഞങ്ങളവിടെ വന്നു. ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് വെക്കണം. പിന്നെ ഒരു കാര്യം, ക്രിസ്മസിന് മുമ്പാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ സാന്തയുടെ കൂടെയുള്ള റൈഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് നോർത്ത് നോർഫോക്ക് റെയിൽവേ എന്ന് പറഞ്ഞ സൈറ്റിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ടിക്കറ്റും കാര്യങ്ങളും ഒക്കെ കിട്ടും. വിൻ്ററിൽ മാത്രമല്ല കേട്ടോ, സമ്മറിൽ ഇവരുടെ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും നിങ്ങൾക്ക് നോക്കാം. പിന്നെ ഓരോ തീമിലുള്ള ഡിഫറെൻറ്റ് റൈഡ്സും ഉണ്ട് കേട്ടോ. ഇതെല്ലാം ഈ സൈറ്റിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്ന വഴിക്കെല്ലാം ഇവർ ഓരോരോ തീമിൽ ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. പല സ്ഥലത്തും പല രീതിയിലുള്ള കേട്ടോ. പിന്നെ ഇവരുടെ ഇതിൻ്റെ സ്റ്റോറിയും ഈ റെയിൽവേ എങ്ങനെയാണ് വന്നത് അതിനെക്കുറിച്ചുള്ള സ്റ്റോറിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. 1 സൈഡ് 40 മിനിറ്റ്സ് ആട്ടോ ഇതിൻ്റെ റൈഡ് വരുന്നത്. നമ്മളിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചില സമയത്ത് നമ്മുടെ ചില്ലയിൽ, അതായത് നമ്മുടെ വിൻഡോയിലുള്ള ലൈറ്റും കൂടെ തെളിയുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക രസമാട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഫുഡും കാര്യങ്ങളും ഒക്കെ കഫേ അവൈലബിൾ ആട്ടോ. കഫേ അവൈലബിൾ സ്റ്റാർട്ടിങ്ങും സ്റ്റോപ്പും ചെയ്യുമ്പോൾ മാത്രമാണ് അവൈലബിൾ ഉള്ളൂ. പിന്നെ ഇത് പോയി സ്റ്റോപ്പ് ചെയ്യുന്ന ഹോൾട്ട് എന്ന് പറഞ്ഞ ഒരു സ്റ്റേഷനിലാട്ടോ. അവിടെ നമുക്ക് ഏകദേശം 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനൊക്കെ സമയം കിട്ടും. അവിടെ വാഷ്റൂമും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കൂടാത്തതിന് കഫേയും ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കഫേ അവൈലബിൾ അല്ല. അങ്ങനെ ഒരു 20 മിനിറ്റ് നല്ല അടിപൊളിയായിട്ട് നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുത്ത് നന്നായിട്ട് എൻജോയ് ചെയ്ത് തിരിച്ചു പോന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.